ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ്ബിലേക്ക് സ്വാഗതം. നമ്മൾ SCERT സോഷ്യൽ സയൻസ് ഒരു സീരീസ് പോലെ ചെയ്തു വരികയാണ്. അതിൽ 5th പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആക്കി. 6th 5 ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പാർട്ട് 1 സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടൻസ് ആണുള്ളതെന്ന് നോക്കാം. അപ്പം ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു കവിതയിൽ നിന്നാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ എന്ന് തുടങ്ങുന്നത്. പോസ് ചെയ്തിട്ട് കവിത ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ വരികൾ ഏത് കവിതയിലെയാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മുൻപുള്ള ചാപ്റ്ററുകൾ പഠിച്ച സമയത്തും നമ്മളിതുപോലെ കവിതകളിലെ വരികൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം ഇതിനു മുന്നേ പരിചയപ്പെട്ടു. അതായത് പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവെച്ചും എന്ന് തുടങ്ങുന്ന കവിത, അത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5th പഠിച്ച സമയത്ത് നമ്മൾ പഠിപ്പ് തീർന്നാൽ എന്നുള്ളൊരു കവിത NV കൃഷ്ണവാര്യരുടേത് പരിചയപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഭൂമി സനാഥയാണെന്നുള്ള വയലാറിൻ്റെ കവിതയിലെ വരികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റീകളക്ട് ചെയ്യാനും വേണ്ടി ഒന്നും കൂടി ഒന്ന് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപ്പിള്ളി ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനിയും ഈ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആദ്യകാലത്ത് ഭക്ഷ്യോൽപാദനത്തിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് നമ്മൾ പറഞ്ഞു നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യർ സ്ഥിരതാമസം കൂടുതലായിട്ട് ആരംഭിക്കുകയും മിച്ച ഉൽപ്പാദനമൊക്കെ ഉണ്ടാവുകയും ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെ പറയുന്നുണ്ട്, ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. അതായത് ഈ ഇരുമ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമ്മൾ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന മഗധ പീരീഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇരുമ്പിൻ്റെ ഉപയോഗം കൊണ്ട് കൂടുതൽ കൃഷി അവിടെ വ്യാപകമായി എന്നും നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ശേഷം വ്യാപാരത്തെക്കുറിച്ചാണ് ഇനിയും ഇവിടെ പറയുന്നത്. അതിനു മുന്നേ നമ്മളിവിടേക്ക് വരുമ്പം വ്യാപാരത്തെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വ്യാപാരം എന്ന് പറയുന്നത് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ്. ശരിയാണ്, നമ്മളൊരു കടയിൽ പോയാലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, ഒരു പ്രതിഫലം അവർക്ക് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രതിഫലം വാങ്ങിയിട്ടാണ് അവർ സാധനങ്ങൾ നമുക്ക് തരുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എല്ലാം ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെയാണ് വ്യാപാരം എന്ന് പറയുന്നത്. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. ഇനിയും ഇവിടേക്ക് വരുന്ന സമയത്ത് കൃഷി വ്യാപകമായതോടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തു. ഇങ്ങനെ കൈമാറ്റം ആരംഭിക്കുന്ന സമയത്ത്, അതായത് ഒന്ന് മിച്ചോൽപാദനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ സർപ്ലസ് ഉണ്ടാകുന്നു, ആ സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്നു ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നീട് മനുഷ്യർ അതിൻ്റെ ഒരു പോർഷൻ എന്താണ് കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്രമേണ മനുഷ്യർ ആ കൈമാറ്റം എന്നുള്ള അല്ലെങ്കിൽ വ്യാപാരം എന്നുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ 5ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞ സമയത്ത് അവിടെ ഒരു ബോക്സിൽ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ അത് ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്ന്. ഓക്കെ, ഈ ഒരു ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളൊക്കെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രമാണ് നടന്നു പോരുന്നത്. പിന്നീട് ക്രമേണയാണ് ഇത് ഇവോൾവ് ചെയ്ത് പല പല പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പല ദേശങ്ങളിലേക്കൊക്കെ പോകാനെ കൊണ്ട് തുടങ്ങിയത്. അപ്പോൾ ക്രമേണ എന്താണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എന്നതിന് പകരം കൂടുതൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ മാധ്യമമായിട്ട് വിനിമയമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. അതായത് മുമ്പ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുത്താൽ മതി, ഇപ്പോൾ അതല്ല, കുറച്ചും കൂടി വാല്യൂ ഉള്ള ഈ ഒരു നാണയം കൊടുക്കുമ്പോഴാണ് നമുക്ക് സാധനം കിട്ടുന്നതെന്നുള്ള ഒരു പണ സമ്പദ് വ്യവസ്ഥയിലോട്ടുള്ള തുടക്കം പയ്യെ കുറിച്ചു തുടങ്ങുകയും ചെയ്തു. ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ വിദേശ വ്യാപാരം എന്ന് പറയുന്നത് പുതിയ വ്യാപാര പാതകൾ ട്രേഡ് റൂട്ട് രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി.
ശ്രദ്ധിക്കണം ഇനി പറയുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഈസ്റ്റും വെസ്റ്റും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള, കാണാൻ കഴിയില്ല, ഒന്നുകൂടെ കാണിച്ചു തരാം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ്, വിദേശ വ്യാപാരം ആരംഭിക്കുന്നു. അപ്പം വിദേശ വ്യാപാരം കരവഴി നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു റൂട്ട്, പുതിയ പുതിയ റൂട്ടുകൾ ആവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നതാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സിൽക്ക് റൂട്ടിനെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചൈനയുടെ എന്താണ്, ഏഷ്യയുടെ ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും എന്നാണ് പറഞ്ഞത്. വെസ്റ്റുമായിട്ട് ട്രേഡ് വരുന്നുണ്ട്. പിന്നീട് ആഫ്രിക്ക വരുന്നുണ്ട്, യൂറോപ്പ് വരുന്നുണ്ട്. യൂറോപ്പുമായിട്ടും ഉള്ള ട്രേഡിന് എക്സാമ്പിളായിട്ടുള്ളൊരു റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്നുകൂടി കാണാം. ഈ മാപ്പ് കാണുമ്പം കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് മാപ്പ് കാണിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, സിൽക്ക് റൂട്ടിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അറിയാം. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, അഡീഷണലായിട്ട് പറയുന്നതാണ്. അപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ അതായത് ചൈനയിൽ ഹാൻ ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഈ ഒരു സിൽക്ക് റൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. അന്നിത് സിൽക്ക് റൂട്ട് എന്നൊന്നും അല്ല കേട്ടോ അറിയപ്പെടുന്നത്, അതൊക്കെ പിന്നീടാണ് ആ പേര് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഈ ഹാൻ ഡൈനാസ്റ്റിയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നയതന്ത്രജ്ഞനും അതുപോലെ തന്നെ എക്സ്പ്ലോററും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഷാങ് ക്വിയാൻ എന്ന് പറയുന്ന ആൾ, ഞാൻ എഴുതി കാണിക്കാം. ഷാങ് ക്വിയാൻ എന്ന് പറയുന്ന ആൾ 110 ഒരു BC 114 ആയ സമയത്ത് അദ്ദേഹം എന്താണ് അതായത് ചൈനയെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണം, സെൻട്രൽ ഏഷ്യയിലോട്ടും ഒക്കെ എക്സ്പാൻഡ് ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അവർ ഈ ഒരു റൂട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു റൂട്ട് വഴി ട്രേഡ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കണം. ആ സമയത്ത് അവിടെ ഹാൻ ഡൈനാസ്റ്റി ആണ് എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഈ ഒരു പേര് സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ സിൽക്ക് റോഡ് എന്നുള്ള ഒരു പേര് 1877 ആ പേര് ഉപയോഗിക്കുന്നത്. ആ പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ പേരാണ് ഫ്രാൻകോയിസ് വോൺ റിച്ച്ഹോഫൻ എന്ന് പറയുന്നത്. ഞാൻ അത് കാണിക്കാം, സ്പെല്ലിംഗ് എഴുതി കാണിക്കാം. റിച്ച്ഹോഫൻ ആണ്, RICH ആണ്, പിന്നെ THO വരുന്നുണ്ട്. റിച്ച്ഹോഫൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഫ്രാൻകോയിസ് വോൺ റിച്ച്ഹോഫൻ ആണ് ഈ ഒരു സിൽക്ക് റൂട്ട് എന്നുള്ള, അല്ലെങ്കിൽ സിൽക്ക് റോഡ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. രണ്ടും ശരിയാണ്, അദ്ദേഹം ഉപയോഗിച്ചത് സിൽക്ക് റോഡ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സിൽക്ക് റോഡ് എന്ന് പറയുന്ന ആ ഒരു റൂട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നതിൻ്റെ കാര്യം ഇതാണ്. ചൈനയുടെ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലോററായിട്ടുണ്ടായിരുന്ന ഷാങ് ക്വിയാൻ ഈ ഒരു ട്രേഡ് റൂട്ട് തുടങ്ങുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഉത്തരാഖണ്ഡ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനകത്തോട്ട് നമുക്ക് പോകാം. ഇതാണ് ഹൂ സ്റ്റാർട്ടഡ് ദ സിൽക്ക് റൂട്ട് ഫോർ ഇന്ത്യൻസിന് വേണ്ടി സിൽക്ക് റൂട്ട് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടി സിൽക്ക് റൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം ചോദ്യം ഞാൻ കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കി തരാം. ആ ഒരു സമയത്ത് ഇവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ആ ഒരു റൂട്ട് ഉപയോഗിച്ച് ട്രേഡിന് പ്രോത്സാഹനം നൽകിയത്, അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കനിഷ്കയാണ്. ആ സമയത്ത് ഇവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് കനിഷ്കയാണ്. അപ്പോൾ കനിഷ്കയുടെ കാലത്താണ് എന്നോർത്തിരിക്കുക. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൂ സ്റ്റാർട്ടഡ് ദി സിൽക്ക് റൂട്ട് ഫോർ ഇന്ത്യൻസിന് ആ ഒരു പാത വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കനിഷ്കയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു കൃഷിയുടെ വ്യാപനം, ഇരുമ്പിൻ്റെയൊക്കെ ഉപയോഗത്തോടുകൂടി കൃഷി വ്യാപിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കൃഷി വ്യാപിച്ചപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സർപ്ലസ് ഉണ്ടായി, മിച്ചോൽപാദനം ഉണ്ടായി. അതവർ സംഭരിച്ച് വെക്കുന്നത് കൂടാതെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ മാർക്കറ്റുകളും അങ്ങാടികളുമൊക്കെ വികാസം പ്രാപിക്കുന്നു. കച്ചവട കേന്ദ്രങ്ങൾ, നഗര കേന്ദ്രങ്ങൾ ഒക്കെ വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗത്തിലേക്ക് പോകാം. ഈ കച്ചവടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പുരാതന ഇന്ത്യയിലൊക്കെ ശ്രേണികൾ, ഗിൽഡുകൾ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ വർത്തക സംഘങ്ങൾ എന്നൊക്കെ പറയും, അവരെ സൂചിപ്പിക്കാനാണ്. നമ്മുടെ കേരളത്തിൻ്റെ അഞ്ചുവണ്ണം, മണിഗ്രാമം, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. കാലക്രമേണ വികാസം പ്രാപിച്ചാണ്. ഇപ്പോൾ അഞ്ചുവണ്ണം എന്ന് പറയുന്നത് ഫോറിനേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ആയിരുന്നു അതിനകത്ത് വന്നതെന്നുണ്ടെങ്കിൽ, മണിഗ്രാമത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള
ആളുകൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അയ്യോ മോളെ 500 അങ്ങനെ പറയില്ലേ, അത് ഓർക്കുന്നുണ്ടോ? അതായത് ഈ ഒരു ഗിൽഡ് അല്ലെങ്കിൽ കുറേ കച്ചവട സംഘങ്ങൾ, ചെറിയ ചെറിയ കച്ചവട സംഘങ്ങളെല്ലാം ഒരു വലിയ ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും. അതാണ് ഈ അയ്യോ മോളെ 500 എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് കാണാനെ കൊണ്ട് പറ്റും. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് കൗടില്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്താണ് അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മൗര്യ എംപയർ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കുറേ ടാക്സേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ടാക്സും കൂടി ഞാൻ ഏതായാലും പറയാം കേട്ടോ. അവിടുത്തെ കസ്റ്റം ഡ്യൂട്ടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശുൽക്ക എന്നാണ്. ശുൽക്ക എന്നാണ് അവിടുത്തെ കസ്റ്റം ഡ്യൂട്ടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭാഗ എന്ന് പറയുന്നൊരു ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട്. ഈ ഭാഗ എന്ന് പറയുന്നത് ടോട്ടൽ ഹാർവസ്റ്റിൻ്റെ, അതായത് മുഴുവൻ വിളവിൻ്റെ 4/1 മുതൽ 6/1 വരെ രാജാവിന് കൊടുക്കുന്നതാണ് ഈ ഭാഗ എന്ന് പറയുന്നത്. 4/1 മുതൽ 6/1 വരെയാകാം. പിന്നീട് സീത എന്ന് പറയുന്ന മറ്റൊരു ടാക്സ് ഉണ്ട്. ഈ സീത എന്ന് പറയുന്നത് ക്രൗൺസ് ലാൻഡിൽ, അതായത് രാജാവിൻ്റെ ഭൂമിയിൽ ചെയ്യുന്ന കൃഷിക്ക് കൊടുക്കുന്ന ടാക്സാണ് ഈ സീത എന്ന് പറയുന്നത്. അത് അഗ്രികൾച്ചർ ടാക്സ് തന്നെയാണ്. ഈ ഭാഗ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതലും പ്രൈവറ്റ് ലാൻഡിൽ നിന്നാണ്. സീത എന്ന് പറയുന്ന ക്രൗൺ ലാൻഡിൽ നിന്ന് കൃഷി ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ടാക്സാണ്. ഇതൊക്കെ നമ്മളുടെ മേജർ എക്സാംസ് ആയിട്ടുള്ള, അതായത് ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റിലെ നെറ്റ് എക്സാമുകൾക്കൊക്കെ ഈ ഭാഗ, സീത, ശുൽക്ക തുടങ്ങിയ ടാക്സുകൾ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ PSCയും കുറേയധികം മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നാണെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടാക്സും കൂടി ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ആ കാലഘട്ടത്തിലും വലിയ തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ് ഒരു തവണ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു SCERTയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതിലും അതായത് നമ്മൾ രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ സമയത്ത് പോപ്പുലേഷനും അങ്ങനെ നമ്മൾ മോഡേൺ രീതിയിലുള്ള ഇപ്പോഴത്തെ രീതിയിലുള്ള കാര്യം പറഞ്ഞു. പോപ്പുലേഷന്, സോവറിനിറ്റി, ഗവൺമെൻറ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെറിട്ടറി അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ഈ സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഘടകമാണ് കോശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്നാണ് സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റിൽ കൗടില്യൻ പറഞ്ഞു വയ്ക്കുന്നത്. കോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഖജനാവാണ്, അല്ലെങ്കിൽ സമ്പത്താണ്. ഓക്കെ, ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു കൗടില്യൻ എന്നുള്ളത് നമുക്കറിയാം. അവസാനത്തെ രാജാവായിട്ടുള്ള ധനനന്ദനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ട തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതും കൗടില്യനാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെ ആണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വരുമാനം ലഭിക്കുന്നു. അപ്പോൾ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ഇവിടെ സെക്ടേഴ്സ് ഓഫ് എക്കോണമിയിൽ നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസിൽ വ്യക്തമായി കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് PSC ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ്. ഇതപ്പോൾ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇതിൽ സെക്ടേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെയാണ്. നമ്മൾ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള വേറെ സെക്ടേഴ്സ് ഉണ്ട്, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ് സെക്ടർ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം എന്ന നിലയിൽ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല, ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രാഥമിക മേഖലയിൽ വരുന്നത്. എക്സാമ്പിളാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്കാണ് പ്രാഥമിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല എന്ത് മേഖലയെന്നും അറിയപ്പെടുന്നു?
കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഈ എക്സാമ്പിൾസ് ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുകയും പഠിക്കുകയും ചെയ്യണം. ആദ്യം തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കിട്ടും. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ് കൃഷി പ്രകൃതിയിലെ സോയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വിത്തുകൾ വിതയ്ക്കുന്നു, അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ കൃഷി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നീട് വനപരിപാലനം എന്താണ്? പ്രകൃതിയിലുള്ളതാണ്. ഖനനം നമുക്ക് റിസോഴ്സ് കിട്ടുന്നതാണ്. മത്സ്യബന്ധനം തുടങ്ങിയവ ഇതിൻ്റെ എക്സാമ്പിളാണ്. അപ്പം ഇത് ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവയ്ക്ക് ഏത് സെക്ടറിന് ഉദാഹരണമാണ്? പ്രൈമറി സെക്ടറിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രൈമറി സെക്ടർ കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നു. ഇതുകൂടാതെ ഒരു പോയിന്റും കൂടി പറയാം, ഇതിലില്ല, നിങ്ങൾക്കറിയുന്നതായിരിക്കും. പ്രാഥമിക സെക്ടർ എന്ന് പറയുന്നത് റെഡ് കോളർ ജോബ് എന്നാണ് അറിയപ്പെടുന്നത്. റെഡ് കോളർ ജോബ്സ് എന്നറിയപ്പെടുന്നത് പ്രൈമറി സെക്ടറിൽ വരുന്ന ജോബുകളാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖലയിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് വർക്ക് ചെയ്യുന്നതാണെന്ന്. ഇനിയും ആ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുണ്ടല്ലോ, അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഒരു കഥ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ആത്മകഥ പോലെ, റബ്ബർ ചെരുപ്പിൻ്റെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞിട്ട്. വെറുതെ രസമാണ് കേട്ടോ വായിക്കാൻ. അപ്പം അതായത് പറഞ്ഞു വയ്ക്കുന്ന ഇത്രേ ഉള്ളൂ, റബ്ബർ എന്നുള്ള ആ ഒരു നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് റബ്ബർ എടുക്കുന്നു. ഇപ്പം ആ ഒരു തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾ അത് എടുത്ത് ഷീറ്റാക്കി കൊണ്ടുവരുന്നു. ആ ഷീറ്റ് കൂടുതൽ കട്ടിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതുപോലെയുള്ള പല പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അത് എന്ത് സെക്ടറിലേക്കാണ് വരുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ്? സെക്കൻഡറി മേഖലയിലോട്ടാണ് വരുന്നത്. ഇനി വ്യവസായത്തിനാണ് ഈ മേഖലയിൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ഉദാഹരണമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റി, പോട്രി മേക്കിങ്, ഇത് രണ്ടും വരുന്നതും എന്തിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദ്വിതീയ മേഖലയുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി അതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ സെക്കൻഡറി സെക്ടറിൻ്റെ ഒരു കാര്യം പറഞ്ഞതല്ലോ. നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്ടറിൽ വരുന്ന വർക്കുകൾ റെഡ് കോളർ ജോബ് എന്നറിയപ്പെടുമ്പോൾ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രവർത്തനങ്ങൾ ബ്ലൂ കോളറാണ് കേട്ടോ. ഇനിയും ടെർഷ്യറി സെക്ടറിലോട്ട് വരുമ്പോൾ അത് വൈറ്റ് കോളർ ആകും. അപ്പോൾ ടെർഷ്യറി സെക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക, ദ്വിതീയ, അതായത് മുമ്പേ നമ്മൾ പറഞ്ഞ രണ്ട് സെക്ടറുകളും ആ സെക്ടറുകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അതായത് ഇതൊരു സേവന മേഖലയാണ്. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറാണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖല കഴിഞ്ഞാൽ ദ്വിതീയ മേഖലയാണ്. ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. പക്ഷേ കോവിഡിൻ്റെ ടൈമൊക്കെ ആയ സമയത്ത് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്തെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, പ്രൈമറി സെക്ടറിൽ മറ്റ് രണ്ട് സെക്ടറുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രൈമറി സെക്ടറിലാണ് കുറച്ചും കൂടി ഒരു കുതിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നത് പ്രാഥമിക മേഖലയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. ഡെസ്പൈറ്റ് COVID-19 ക്രൈസിസ് വിച്ച് സെക്ടർ ഹാസ് റിമൈൻഡ് ആസ് എ സിൽവർ ലൈനിങ്. സിൽവർ ലൈനിങ് എന്നുള്ള ടേമൊന്നും കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആകണ്ട. അങ്ങനെ ആകുന്നവരുണ്ടെങ്കിൽ സിൽവർ ലൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. അതൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും നല്ലതല്ലാത്തൊരു സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു അർത്ഥമേ അതിനുള്ളൂ. അതായത് ഇവിടെ കോവിഡിൻ്റെ സാഹചര്യമാണ്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഒരു സിൽവർ ലൈൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായത് എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ ആയിരുന്നു എന്നുള്ളത്. ഇത് ഈ ഞാൻ മുമ്പേ ഒരു ടാക്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം പറഞ്ഞ സമയത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സൂചിപ്പിച്ച സമയത്ത് ശുൽക്ക, സിത, ഭാഗ തുടങ്ങിയ ടാക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലെ ഒരു ക്വസ്റ്റ്യനാണിത്.
അതായത് സീത ഇൻ മൗര്യ ഏജ് മീൻസ് ഇത് PSCയുടെ തന്നെ ഉത്തർപ്രദേശ് PSCയുടെ ആണ് കേട്ടോ. സീത ഇൻ മൗര്യ ഏജ് മീൻസ് എ ഗോഡസ്, എ റിലീജിയസ് സെക്ട്, റവന്യൂ ഫ്രം ക്രൗൺ ലാൻഡ്, ബാരൻ ലാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റവന്യൂ ഫ്രം ക്രൗൺ ലാൻഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഈ ഒരു ക്വസ്റ്റ്യൻ UPSCയുടെ 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിതിൽ ഓപ്ഷൻസ് ഞാൻ ഏതായാലും പറയാം. ഇതിപ്പോൾ ഒന്ന് നോക്കൂ. വിത്ത് റെഫറൻസ് ടു ദ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സെക്കൻഡറി ആണെന്ന് കൊടുത്തിരിക്കുന്നു, ഡയറി ഫാം പ്രൈമറി ആണെന്ന് കൊടുത്തിരിക്കുന്നു, മിനറൽ എക്സ്പ്ലോറേഷൻ ടെർഷറി ആണെന്ന് കൊടുത്തിരിക്കുന്നു, വീവിംഗ് ക്ലോത്ത് സെക്കൻഡറി ആണെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ എത്ര പെയറാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 പെയർ, 2 പെയർ, 3 പെയർ, ഓൾ ഓഫ് ദി എബവ്, ഇതാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം. ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. അതായത് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഇനിയും ഇത് അഗ്രികൾച്ചർ കാണുമ്പോൾ പ്രൈമറി ആണെന്ന് വിചാരിച്ച് ഇത് വേണ്ടാന്ന് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ദ്വിതീയ മേഖലയുടെയും അല്ലെങ്കിൽ സെക്കൻഡറി മേഖലയുടെയും പ്രൈമറി മേഖലയ്ക്കും വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതൊക്കെ ടെർഷറി അല്ലെങ്കിൽ ഈ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, അത് വരുന്നത് ടെർഷറി സെക്ടറിലാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുണ്ടായിരുന്നത്. ഡയറി ഫാം എന്ന് പറയുന്നത് ശരിയാണ്, പ്രൈമറിയാണ്. മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ആ ചാപ്റ്ററിലെ ആ ഒരു ബോക്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഖനനം എന്ന് പറയുന്നത് പ്രൈമറി ആണെന്ന്. അപ്പോൾ ഇത് പോയി, ഇതും പോയി, ഇതും പോയി. ഇനിയും വേവിംഗ് ക്ലോത്ത് ടെക്സ്റ്റൈൽസ് സെക്കൻഡറി ആണ് നമുക്കറിയാം. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ 2 പെയറാണ് ശരിയായിട്ട് വരുന്നത്. നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് റബ്ബറിൻ്റെ അത് നമ്മൾ പറഞ്ഞിരുന്നു, ചെരുപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതായത് ഇപ്പം മുള ഉപയോഗിച്ച് പേപ്പറിൽ നിന്ന് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റബ്ബർ പാൽ ഉപയോഗിച്ച് ഷീറ്റ്, അതിൽ നിന്ന് ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖലകളാണ്. അതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപ്പാദനം സാധ്യമാകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഉൽപ്പാദനവും ഉൽപ്പാദന ഘടകങ്ങളും എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഉൽപ്പാദനം എന്ന് പറയുന്ന പ്രക്രിയ? അത് ജനങ്ങൾക്ക് ആവശ്യമായിട്ട് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ്. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഉൽപ്പാദനം എന്ന് പറയുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപ്പാദനം നടക്കുന്നത്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ്. അപ്പോൾ ഇത് ഓരോന്നുമാണ് ഇനി വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്യാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വനവിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഖനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ജലം, പാറ, നമ്മുടെ കാറ്റിനെ ഉപയോഗിച്ച് റിസോഴ്സായിട്ട് കാറ്റാടി യന്ത്രം, അങ്ങനെയുള്ള ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. അതേ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ബിൽഡിങ് കെട്ടേണ്ടതായിട്ട് വരും, ക്യാപിറ്റൽ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളും വരും. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത്. മണ്ണിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 5th SCERT പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മണ്ണ് സംരക്ഷണ ദിനം എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഡിസംബർ 5 ആയിരുന്നു കേട്ടോ. ഡിസംബർ 5 ആണ് മണ്ണ് സംരക്ഷണ ദിനം. ഞാൻ വെറുതെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇവിടേക്ക് വരുമ്പോൾ തൊഴിലെന്ന് പറയുന്നത് പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. അല്ലാത്തത് നമ്മൾ പലപ്പോഴും എന്താണ് ഇപ്പം ഫോഴ്സ്ഡ് ലേബറായിട്ടോ അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കുകയാണ്, കൂലി കൊടുക്കുന്നുമില്ല, അങ്ങനെ അതിന് നിർബന്ധിത വേലയൊക്കെ ആയിട്ട് കണക്കാക്കുമല്ലോ. ഇനി ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികം, ബുദ്ധിപരമായിട്ടുള്ള ശേഷികൾ ഉപയോഗിച്ച് തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിൽ എന്നത് ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. ഇപ്പം മെഷീൻസ് ഉണ്ടെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ആളുകൾ ആവശ്യമായിരിക്കും, അങ്ങനെയൊക്കെ. ഇനി മൂലധനം എന്ന് പറയുന്നത്,
ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. ഇനി മൂലധനത്തെ തന്നെ പല തരത്തിൽ ഇവിടെ തിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം, ഭൗതിക മൂലധനം, പ്രകൃതി മൂലധനം എന്നിവ. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് എന്താണെങ്കിലും നോക്കി വയ്ക്കാം. സാമ്പത്തിക മൂലധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പണം, നിക്ഷേപം എന്നിവയാണ്. മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോളജ്, അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല്, കഴിവ്, ടാലൻറ്റ്, അതൊക്കെയാണ്. ഭൗതിക മൂലധനം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്ന നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ. പ്രകൃതി മൂലധനം എന്ന് പറയുന്നത് വിഭവങ്ങൾ, റിസോഴ്സസും പരിസ്ഥിതിയും ആണ്. അപ്പം മൂലധനം പലതരത്തിൽ ഉണ്ട്. ഇനി ഇവിടെ ഒരു എക്കണോമിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂലധനത്തെ നോക്കുമ്പോൾ ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം തുടങ്ങിയവ പോലും എന്താണ്, മൂലധനത്തിൻ്റെ ഭാഗമാണ്. ഒരു ബേസാണ് ഇത്. ഇതുണ്ടെങ്കിലാണ് ഇതൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകാനെ കൊണ്ട് പറ്റുന്നത്. ഇതിന് ഇൻട്രസ്റ്റ് കിട്ടും, അങ്ങനെയൊക്കെയാണ് ഇത് റൺ ചെയ്തു പോകുന്നത്. പിന്നെ ഓർഗനൈസേഷൻ, ഇനിയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നത് സംഘാടനമാണ്. ഇതിനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം അതിനകത്ത് പുതിയ ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടുത്തുക, അതിനാവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നൊക്കെ ഉള്ളത് സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എങ്ങനെ മാർക്കറ്റിംഗ് നന്നായിട്ട് നടത്താം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ആളുകളെ ഒരു കമ്പനിയിലോട്ട് കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓർഗനൈസിങ്ങും എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഓരോന്നിനും കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഭൂമിക്ക് എന്താണ് റെൻറ്റ്, പാട്ടം കിട്ടും. തൊഴിലിന് എന്താണ് കൂലി കൊടുക്കും. മൂലധനം ക്യാപിറ്റലിന് എന്താണ് ഇൻട്രസ്റ്റ് കിട്ടും. സംഘാടനത്തിന് അല്ലെങ്കിൽ സംഘാടകന് എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും എന്നതാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള. ഉപഭോക്താക്കളെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മളെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഈ ഒരു ഭാഗം മാത്രം തന്നിട്ടും ചോദിക്കാം ആരുടെ വാക്കുകളാണെന്നുള്ളത്. അപ്പോൾ ഉപഭോക്താവ് ആരെയാണ്? നമ്മളെ ആശ്രയിക്കുന്ന ആളല്ല, നാം അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഔദാര്യം ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവ് എന്ന് പറയുന്നത് നമ്മളെ ആശ്രയിക്കുകയല്ല, മറിച്ച് നമ്മൾ എന്താണ് അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപഭോക്താവ് തടസ്സം നിൽക്കുന്ന ആളല്ല, അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രധാനമാണ്. അതിന് വഴി തെളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപഭോക്താവ് നമ്മുടെ ഔദാര്യം സ്വീകരിക്കുകയല്ല സേവനത്തിലൂടെ, നമുക്ക് നമ്മളാണ് ആ സേവനം എന്നുള്ള ഒരു അവസരം അവരുപയോഗിക്കുന്നതിലൂടെ നമ്മളാണ് അവരുടെ ഔദാര്യം സ്വീകരിക്കുന്നത് എന്നതാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഉപഭോക്താവിൻ്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കാം. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസംബർ 24 എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഈ ചാപ്റ്ററിൻ്റെ തുടർ പ്രവർത്തനത്തിനകത്തൊരു ടാസ്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമാണെന്ന് ഓർക്കണം. ഈ 24 ഈ വർഷത്തേത് വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 24 ഇതിൻ്റെ തീമെന്ന് പറയുന്നത് വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ്. വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ്. ഡിസംബർ 24 നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നു. 24 തീമാണിപ്പോൾ പറഞ്ഞത്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ നമ്മൾ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കണം. പിന്നൊരു കാര്യം തിരിഞ്ഞു പോകരുത്, വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ ഉണ്ട്. അത് മാർച്ച് 15 മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ. മാർച്ച് 15 നമ്മുടെ നാഷണലാണ്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനാചരണമാണ്. നാഷണൽ കൺസ്യൂമർ ഡേ ആണ്
ഇന്ത്യയുടെ നാഷണൽ കൺസ്യൂമർ ഡേ ആണ് December 24. വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ March 15 എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.